സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അമേയമായ അനുഗ്രഹം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ അവന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അവന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒന്നിച്ചു കൂടാനുള്ള പോലെ നാളെ നിരവധി ഞാനത്തുകളാൽ അനുഗ്രഹിക്കപ്പെട്ട ദിനാന്തിനായിരിക്കും അള്ളാഹു അതീവ തങ്ങളോടൊപ്പം എത്തിക്കാനുള്ള നമുക്ക് നൽകുമാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെ മനസ്സിലാക്കാനുള്ളത് ഏറ്റവും വലിയ സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം ഈമാനികമായി അവരുടെ താല്പര്യമുള്ള കാലത്തോളം ഏറ്റവും വലിയ സന്തോഷം ആ തങ്ങളെ ഓർക്കുമ്പോഴും ആ തങ്ങളുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ കടന്നു വരുമ്പോഴും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. കാരണം ഏറ്റവും വലിയ ആപൽഘട്ടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്റെ രക്ഷാ കവചമായി നിൽക്കുന്നതിന്റെ മുന്നിൽ നിൽക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. ഞാൻ വളരെ കടബാധ്യതയിൽപ്പെട്ട് സാമ്പത്തികമായി ഞാൻ തളർന്നു. എല്ലാവരും എന്നെ തിരസ്കരിച്ച് എവിടെ പോയാലും കടം ചോദിച്ചാൽ ആരും തരാനില്ല. ചുറ്റും എന്നെ കടക്കാര് വലിച്ച് മുറുക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോ എനിക്ക് ആശ്വാസമായിട്ട് നമ്മുടെ ഉത്താദോന്നത് എന്റെ കടം ഒന്നടക്കം ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് പൂർണ്ണമായും ഫ്രീയാക്കി അല്ലെങ്കിൽ ഞാൻ കടമായി സഹായിക്കാം എന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ ആ ഉസ്താദിനോടുള്ള ചിന്തയും സ്നേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ആവശ്യം ഞാൻ മനുഷ്യരാണെങ്കിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ മരണകാലത്തും ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഔദാര്യം ചെയ്തു തന്ന ആളുകളോടുള്ള കടമയും കടപ്പാടായിട്ട് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ഇവരെയാണ് എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫാനെ ദുനിയാവിലെ കടം അതൊരു താൽക്കാലികമാണ്. ചെറുപ്പറിയാം കടമുണ്ടായി എന്ന് വെച്ചിട്ട് ആരും അടുത്തുകൊണ്ടൊന്നുമില്ല. കടക്കാര് എന്നെ വലിഞ്ഞു മുറുക്കി ഒരു പക്ഷേ എന്നെ ആക്ഷേപിച്ചേക്കാം, നാട്ടിൽ എന്നെ എല്ലാവരെയും മോശപ്പെട്ടവനായി അവതരിപ്പിച്ചേക്കാം. പക്ഷേ എന്റെ ഊരെടുത്ത് കളയാൻ അവന് കഴിയില്ല. ഇനി അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നവരെ കടം കിട്ടാതെ പോകും. പക്ഷേ ഇതിനകത്ത് പോലും ആവൽഘട്ടത്തിൽ സഹായിച്ച ഒരാളോട് നമ്മുടെ കടമയും കടപ്പാടും എത്രത്തോളം വലുതാണ് അതിനെ നാം കാണുന്നത്, വലുതായിട്ടാണ് നാം കാണുന്നതെങ്കിൽ ഇവിടെ അനന്തമായ ഒരു ദുഃഖം, അനന്തമായ ഒരു നഷ്ടം, നികത്താനാകാത്ത ഏറ്റവും വലിയ ഒരു വിപത്ത് എന്റെ മുന്നിൽ നിൽക്കുന്നു. ഏതാണ് ആ വിപത്ത്? ഈ ദുനിയാവിയായ ജീവിതത്തിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നെ അല്ലാഹു നിയോഗിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം
وما خلقت الإنس والجن إلا ليعبدون മനുഷ്യരെ ജിന്നുകളെ അല്ലാഹു തആല നിയോഗിച്ചു അവൻ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അറിയാനാണ് എന്ന് തഫ്സീർ പറയുമ്പോൾ എന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലെ എന്റെ ഈ നിലനിൽപ്പിന്റെ പിന്നിലെ ആ ശക്തി അതാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്. അവനെ അറിയാതെ പോയിരുന്നെങ്കിൽ, അവനെ മനസ്സിലാക്കാതെ ഞാൻ പോയിരുന്നെങ്കിൽ എന്റെ ജീവിതം അനന്തമായ നഷ്ടത്തിലേക്ക്, എന്നെ പിടികൂടുന്നത് നികത്താനാകാത്ത വലിയ ആവശ്യകരമായ വിപത്തിലേക്കാണ് എന്നെ എന്റെ ജീവിതം കൊണ്ടെത്തിക്കുന്നത്. അവിടെയാണ് എന്റെ മുസ്തഫി മുഹമ്മദ് മുസ്തഫ കേവലം ഒരു കടത്തിൽപ്പെട്ട് കുടിക്കവനെ സഹായിച്ച സ്ഥാനത്തല്ലായി വളർത്തുന്നു. എന്നെ സൃഷ്ടിച്ച സർക്കാരിനെ കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാക്കി അവനെ അറിയാനും മനസ്സിലാക്കാനും അവരുടെ ഏകത്വ വിശ്വാസ പ്രമാണത്തിന്റെ താത്വിക അടിത്തറയെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു മനസ്സിലാക്കി ആ ഭാഷ മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ എന്റെ ഈ ജീവിതത്തിൽ നിന്ന് അനന്തമായ ഒരു സന്തോഷത്തിന്റെ ലോകത്തേക്ക് എനിക്ക് എത്താനുള്ള വഴി തെളിയിച്ചു തന്നുപോയതാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സഹായം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്ത്രീകൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ എന്റെ മുമ്പിൽ സഹായിയായി, എന്റെ രക്ഷകനായി, എന്നെ സന്തോഷിപ്പിക്കുന്നവരായി എന്റെ മുന്നിൽ മുസ്ലിം നിൽക്കുമ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ എന്റെ മനസ്സിൽ സന്തോഷം നൽകുന്നതല്ലേ. നേരത്തെ കടന്ന ആളെ കുറിച്ചുള്ള ചിന്തകളും അയാളെ കുറിച്ചുള്ള ഓർമ്മകളും അയാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അയാളേക്കാൾ അപ്പുറത്തേക്ക് അനന്തമായ ഒരു വിജയ വിഹായത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തും. എന്റെ രക്ഷാകവചമായി മുസ്ലിം പറഞ്ഞ പോലെ ഒരു വിളക്കിന്റെ പാടത്തിലേക്ക് പ്രാണികളും വണ്ടുകളും ആ തീയിലേക്ക് അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്, ഒരാൾ തട്ടി മാറ്റുകയാണ്. ആ തീയിലേക്ക് വീഴാൻ വേണ്ടി ആ പ്രാണികളും വണ്ടുകളും തീയോടൽക്കുമ്പോ ഒരാൾക്ക് അയാൾ ആ വണ്ടുകളെയും പ്രാണികളെയും തട്ടിക്കളയും. പക്ഷെ വീണ്ടും അടുത്തോന്നിരിക്കുക. ഇതുപോലെ നിങ്ങൾ നരകത്തിൽപ്പെട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാൻ നോക്കുമ്പോ ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ചിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ ലോകത്തേക്ക് നമ്മെ അയക്കുമ്പോ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വഴിയിലൂടെ കടന്നാൽ അനന്തമായ സന്തോഷത്തിന്റെ ലോകമാണത്. ഇതിലൂടെ കടന്നു പോയാൽ അനന്തമായ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത, എല്ലാ കാലത്തും ശിക്ഷ അനുഭവിച്ച് കഴിയേണ്ട ഒരു അനന്ത ലോകത്താണുള്ളത്. അത് ചോദിക്കട്ടെ, ഇന്ന് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. നിമിഷ നേരമുണ്ടായ ഒരു നിരാശയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ഈ അടുത്ത സമയത്ത് എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ആത്മഹത്യ ചെയ്തു. ആ ചെറിയ സമയത്ത് വൈകാരികത ക്ഷമിക്കാൻ കഴിയാതെ അവർ മരണത്തെ സെലക്ട് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ അവർക്ക് ശാശ്വതമായ വിജയമുണ്ടാകുമോ ഇല്ല. ആ മരണം മുതൽ അവരുടെ ജീവിതത്തിന്റെ അപകടകരമായ അവസ്ഥയാണ് അവർ സ്വീകരിച്ചത്. എന്ന
കാലം മാസമുണ്ട് ഓർക്കാൻ സമയം. ഒരു ചെറിയ രോഗം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കടബാധ്യത നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ല. പെട്ടെന്ന് നാം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നാൽ നാളെ ഒരു സമയം നമ്മുടെ ഈ ഐഹികമായ ജീവിതത്തിന്റെ പരാജയം കാരണം അള്ളാഹു നിശ്ചയിച്ച റൂട്ടിനെ വിട്ടുകൊണ്ട് നമ്മുടെ സ്വച്ഛപ്രകാരമുള്ള വഴികളെ നാം തിരഞ്ഞെടുത്താൽ മദ്യപാനത്തെ, മയക്കുമരുന്നിനെ, വ്യഭിചാരത്തെ, ദുസ്വഭാവത്തെ, അതുപോലുള്ള അള്ളാഹുവും റസൂലും നിരാകരിച്ച പ്രവണതയെ നാം തിരഞ്ഞെടുത്താൽ വരാനിരിക്കുന്നത് അനന്തമായ ശിക്ഷയുടെ ലോകമാണ്. ഒരു ചെറിയ വിഷമം സഹിക്കാതെ ആത്മഹത്യ തിരഞ്ഞെടുത്ത മനുഷ്യ അവിടെ നിന്നെ ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? അവിടെ ആരാണ് നിന്നെ സഹായിക്കാനുള്ളത്? ഒരു രക്ഷയും ഇല്ലാത്ത ആ ലോകം ഒരു 5 കൊല്ലം ശിക്ഷയെന്ന് പറഞ്ഞാൽ സമാധാനിക്കാം, ഒരു 50 കൊല്ലത്തെ ശിക്ഷയെന്ന് പറഞ്ഞാൽ സമാധാനിക്കാം. പക്ഷേ ഇതങ്ങനെയാണോ? അനന്തമായ ലോകം. എന്തെങ്കിലും ഒരു സമയത്ത് രക്ഷപ്പെടാനുള്ള പഴുത് പോലും ഇല്ലാതെ എല്ലാ പഴുതുകളും അടുത്ത ലോകത്ത് രക്ഷാ കവചമായ മുഹമ്മദ് റസൂൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ റഹ്മത്തായി, നമ്മുടെ വഴികാട്ടിയായി, നമ്മുടെ വിമോചകനായി, നമ്മുടെ സഹായിയായി, നമുക്ക് താക്കീതുകാരനായി, നമുക്ക് സന്തോഷവാർത്ത നൽകുന്നവനായി ഹബീബ് മുന്നിൽ നിൽക്കുമ്പോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട സമയം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും സ്വാഭാവികമായി ഒരു വിശ്വാസി, ചിന്തിക്കുന്ന വിശ്വാസിക്ക് സന്തോഷം പകരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെ ഒരു 5 കൊല്ലം കൊണ്ടോ 6 കൊല്ലം കൊണ്ടോ 500 കൊല്ലം കൊണ്ടോ ആഗ്രഹിച്ചതല്ല. മറിച്ച് ആദ്യ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മുത്തനബിയുടെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ആദ്യ നബി അലൈഹിസ്സലാമിന് ശേഷം കടന്നു വന്ന ഓരോ പ്രവാചകന്മാരും ആഗ്രഹിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനമാണ്. ആ ആഗമനത്തെ ആഗ്രഹിക്കാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല. ഓരോ പ്രവാചകന്മാരും അവരുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകുമ്പോ അവർ മുന്നറിയിപ്പ് നൽകിയത് ഇവിടെ കൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം അവസാനിക്കുന്നില്ല, ഇസ്ലാമിന്റെ സമ്പൂർണതയുടെ ആ പര്യായമായി പിന്നീട് ഒരാൾ വരാറുണ്ട്. അത് മുഹമ്മദ് റസൂലാണെന്ന് സന്ദേശം പറയാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല. ഒരു പ്രവാചകനും ഈ മുത്തനബിയെ കുറിച്ച് ഓർമ്മപ്പെടുത്താതെ കടന്നു പോയിട്ടില്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം, നമ്മളിന്ന് ഇശാ നിസ്കരിച്ചപ്പോ, നമ്മളിന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോ, നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചപ്പോ നേരെ നമ്മൾ ഖിബിലയെ അഭിമുഖമായിട്ടാണ് നിസ്കരിച്ചത്. ആ ഖിബിലയുടെ നിർമ്മാണ പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ ആ കഅബയെ ഖിബിലയാക്കിയിട്ടാണല്ലോ നാം നിസ്കരിച്ചത്. ആ കഅബയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ തഖബ്ബൽ മിന്നാ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ആയത്തിൽ ഒരുപാട് ജീവിതത്തിൽ പകർത്തേണ്ട അധ്യാപനങ്ങളുണ്ട്. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവേ ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, അല്ലാഹുവേ. ഇത് നമ്മുടെ എപ്പോഴും ഉണ്ടാകേണ്ട നമ്മുടെ ചിന്തയാണ്. ഏതൊരു കാര്യവും അല്ലാഹുവിനെ നമ്മൾ സ്വീകാര്യതയാണ്.
ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥലത്തിൽ വന്നിരിക്കുന്നത് അള്ളാഹുവെങ്കിൽ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അള്ളാഹുവെ. കേവലം കേവലം ആരെയെങ്കിലും കാണിക്കാനുള്ള ഒരു പ്രഹസനമല്ല ഇത്. അള്ളാഹുവിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തത്തിന് വേണ്ടിയുമാണ് റബ്ബേ ഈ സംസാരം ഈ പ്രവർത്തികൾ ഞങ്ങൾ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം എല്ലാം ഞങ്ങൾക്ക് നീ സ്വീകരിക്കണേ അള്ളാഹുവേ. നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കി ഏറ്റവും വലിയ സന്തോഷമല്ലേ അള്ളാഹു നമുക്ക് നൽകിയത്. ഞാൻ എത്ര നാളായി ഈ പള്ളിയിലൂടെ ശ്രമിക്കാൻ വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളൊക്കെ പോകട്ടെ. അന്ന് ഈ പള്ളിയിൽ ഇത്ര വിശാലമായി നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഈ പള്ളിയിൽ ഉണ്ടായിരുന്നോ ഇല്ല. ഇന്ന് അൽഹംദുലില്ലാഹ് എത്ര വിശാലമായിട്ട് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഇരിക്കാൻ പറ്റുന്ന വിശാലം അല്ലാഹു നമുക്ക് നൽകിയില്ലയോ. എന്നിട്ട് അങ്ങനെ ഒരു പള്ളി നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല നൽകുമ്പോ നമുക്ക് ആ ഒരു കടപ്പാട് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല. സാധിച്ചിരുന്നുവെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ പള്ളിയെ എത്രത്തോളം അലങ്കരിക്കണമായിരുന്നു. ഇന്നത്തെ സുബഹിയിൽ എത്ര ആളുണ്ടായിരുന്നു എന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ അവരുടെ എണ്ണം പറയാൻ ചിലപ്പോൾ ഉസ്താദിന് വന്നേക്കാം. കാരണം ചെയ്തിരുന്ന ഈ അനുഗ്രഹത്തിന് ഒരു നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം ഓരോരുത്തരും അവരുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണത്. അല്ലാഹു ഇത്രയും വിശാലമായ ഒരു പള്ളി നമുക്ക് നൽകിയിട്ട് ആ പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ. ലോകത്തിന്റെ സമയത്ത് എത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അസറിന്റെ സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു, മകരത്തിന്റെ സമയത്ത് എത്ര ആളുകൾ നിസ്കാരക്കാരായിട്ടുണ്ടായിരുന്നു. വടക്കേരിയിലൂടെ കടന്നു പോകുമ്പോ എത്രയോ സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പള്ളി പോയിട്ട് ഒരു ചായക്ക് പോലും നിസ്കരിക്കാനുള്ള സൗകര്യമില്ലാതെ അവർ വളരെ വിഷമത്തിൽ കഴിയുമ്പോ ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു നമ്മളെ മുമ്പിൽ വിശാലമായ ഒരു പള്ളി തന്നിട്ട് ആ പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ. കഅബയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോ പ്രാർത്ഥിക്കുകയാണ് ത്യാഗപൂർണമായ ഞങ്ങളുടെ ജീവിതം. ഈ പള്ളിക്ക് വേണ്ടി ഈ കടകൾക്ക് വേണ്ടിയുള്ള ത്യാഗം നീ കണ്ടവനാണ്, നീ അറിഞ്ഞവനാണ്. ആരുടെയും സഹായമില്ലാതെ ഞാനും എന്റെ മകനും ഈ പള്ളി പണിതുയർന്നാൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തോളെ ഇതിൽ നിന്ന് സ്വീകരിക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലാഹു പൊരുത്തപ്പെടണം, അല്ലാഹു സ്വീകരിക്കണം. അൽഹംദുലില്ലാഹ് അടുത്ത ഇതേ സമയം വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പൊക്കെ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമെന്ന പ്രതീകത്തിലെത്തുക. അൽഹംദുലില്ലാഹ് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് രാത്രി 8 മണിക്ക് 10,000 ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ അതിന്റെ സലാത്തുകളുടെ സാന്നിധ്യത്തിൽ അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ നമുക്കും പറയാനുള്ളത് സ്വീകരിക്കണം. ആരെയും കാണിക്കാനല്ല ഞാൻ പള്ളിക്ക് വേണ്ടി കാശ് കൊടുത്തത്, പള്ളിക്ക് വേണ്ടി ഓഫർ ചെയ്തത്, പള്ളിക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടുമല്ല അല്ലാഹുവേ, നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹുവേ. അതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ് അല്ലാഹുവേ ഈ പള്ളിയുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയാകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാഹുവേ എന്നെയും എന്റെ മകൻ ഇബ്രാഹിമിനെയും നിന്നെ അനുസരിക്കുന്നവനാകണേ അല്ലാഹുവേ. എന്നെയും എന്റെ മകൻ ഇബ്രാഹിം ഇസ്മായിലിനെയും നിന്നെ അനുസരിക്കുന്നവരാക്കണം. തീർന്നില്ല ഞാനും എന്റെ മോനും ഇല്ലെ ഞാനും എന്റെ ഭാര്യയും
ഞാനും എന്റെ ഉള്ളപ്പുറത്തും മാത്രം രക്ഷപ്പെടുന്നതല്ല. ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പാഠം പള്ളികളുടെ വാർത്തയ്ക്ക് മാത്രം തുറക്കും. ആപാകിസ്ഥാനോട് പാകിസ്ഥാനിന്റെ പാകിസ്ഥാനോട് ആപാകില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മക്കിസ്ഥാനോട് മറ്റേ വാപാകിസ്ഥാനില്ല, ഭർത്താവിസ്ഥാനോട് പാകിസ്ഥാനില്ല. പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. തീർന്നില്ല, ഞങ്ങളുടെ സംസ്ഥാന പരമ്പരയിൽ നിന്ന് നിന്നെ അനുസരിക്കുന്നവരാക്കി ഞങ്ങളെ ഈ പരമ്പരയിൽ മാറ്റണേ അല്ലാഹുവേ. നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലാഹുവേ ഞങ്ങളുടെ സംസ്ഥാന പരമ്പര നിന്നെ അനുസരിക്കുന്നവരാക്കണേ അല്ലാഹുവേ. ഇവിടെ ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പള്ളിയുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയാകുമ്പോ നമ്മൾ ഓരോരുത്തരുടെയും പലതരങ്ങളിലൂടെ കടന്നു വരേണ്ടത്. അപ്പേ ഞങ്ങളുടേതായ ഈ ത്യാഗം ഈ പള്ളിക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത് എല്ലാ ഇത്തരത്തിലുള്ള സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ്. സ്വീകരിക്കണേ റബ്ബേ. എന്നിട്ട് പ്രാർത്ഥിച്ചു തന്ന ഒരു പ്രാർത്ഥന, ഞങ്ങൾ നിനക്ക് അനുസരണയുള്ളവരാക്കണം. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ധിക്കാരികളായി മാറുന്ന ഒരു സാഹചര്യം അല്ലാഹുവേ ഞങ്ങൾ ഉണ്ടാകരുത്. അത് നമുക്കൊക്കെ പണമാണ്. പള്ളി ഉണ്ടായി എന്ന് അഭിമാനിച്ച് നടക്കൽ മാത്രമല്ല, പള്ളി ഉണ്ടായതിനെ ആ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ അഭിമാനമായി മാറുന്നത്. മറ്റൊരു നമുക്ക് അപമാനമാണ് ഒരു പള്ളി നാട്ടിലുണ്ടായിട്ട് ആ പള്ളിയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് നാം ആ പള്ളിയോട് കടമയും കടപ്പാടും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അപമാനമാണ്. അതുകൊണ്ട് ഇസ്ലാം പിന്നീട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ കഅബയുടെ പ്രമാണങ്ങളുടെ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആരാധനാക്രമങ്ങൾ എങ്ങനെയാണ്? ഈ കഅബ പ്രദക്ഷിണം എങ്ങനെയാണ്? ഇവിടെയുള്ള ആരാധനാക്രമങ്ങൾ അതിന്റെ ചിട്ടവട്ടങ്ങളെ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ചെയ്യേണ്ട ആരാധനാക്രമങ്ങൾ അതെങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് അറിവ് വേണം. ആ അറിവില്ലായ്മ ഒരു പക്ഷേ പള്ളിയുടെ കുടുംബത്തിന് തന്നെ അപമാനമായി മാറിയേക്കാം. ഉദ്ദേശം നിശ്ചയിക്കുന്നത് വ്യതിചരിച്ചേക്കാം. അതുകൊണ്ട് അതിനോടുള്ള കടമകളും കടപ്പാടുകളും ചെയ്യേണ്ട ആരാധനാക്രമങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം നിങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. വദുഉ അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വദുഉ അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ ഞങ്ങളുടെ നീ തൗബ സ്വീകരിക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി ചെയ്തതും തെറ്റായിരുന്നു എന്നല്ല. നിസ്കാരം കഴിഞ്ഞ് ചെയ്തതല്ല അല്ല, മനസ്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഒരു നിമിഷ പോലും ഒരു വീഴ്ച ഉള്ളവനായി മാറി നിൽക്കുന്ന. അതുകൊണ്ട് വീഴ്ചകൾ വായിക്കാൻ